എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലാൻഡ് ടാക്സ് എങ്ങനെ ഓൺലൈനായിട്ട് അടക്കാമെന്നതാണ്. ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോമിൽ കയറി ലാൻഡ് ടാക്സ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അവിടെ നിന്നും എടുക്കാവുന്നതാണ്. ഇങ്ങനെ ഒന്ന് വരുന്ന പേജിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. രജിസ്റ്റർ ചെയ്യേണ്ടത് അതിൽ കയറി രജിസ്റ്റർ നോർമലി ചെയ്യുന്ന പോലെ ചെയ്യാം. ഞാൻ ഇവിടെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഞാൻ ലോഗിനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ലോഗിൻ ID പാസ്വേഡ് ചോദിക്കും. അങ്ങനെ ലോഗിൻ IDയും പാസ്വേഡും എൻ്റർ ചെയ്ത ശേഷം ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത് നോർമലായി നമുക്ക് ചെയ്യാവുന്നത് തന്നെ ഉള്ളൂ. എല്ലാം ID രജിസ്റ്റർ ചെയ്യുന്ന പോലെ ഫോൺ നമ്പർ, മെയിൽ ID അങ്ങനെയുള്ള കാര്യങ്ങളെ പേരെല്ലാം കൊടുത്ത ശേഷം രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ലോഗിൻ ചെയ്ത ശേഷം ഇങ്ങനൊരു പേജ് കാണുന്നതാണ്. ഇതിൽ നമ്മൾ ന്യൂ റിക്വസ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലാൻഡ് ടാക്സ് പേയ്മെൻറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് കാണാം. അതിൽ കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതെല്ലാം ഒന്ന് വായിച്ച ശേഷം ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേയ്മെൻറ്റ് സെക്ഷനിലെ റിക്വസ്റ്റിലേക്ക് പോകും. ഇവിടെ നമ്മളുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താലൂക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. വില്ലേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബ്ലോക്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ലാൻഡ് ടാക്സ് പ്രീവിയസ് റെസിപ്റ്റിലൊരു തണ്ടപ്പേര് എന്നുണ്ടായിരിക്കും. ആ തണ്ടപ്പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സർവേ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. സർവേ നമ്പർ തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. സബ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വ്യൂ ആൻഡ് ആഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസ് ഇവിടെ ഷോ ചെയ്ത് ഇത് കാണുന്നതായിരിക്കും. അതിനുശേഷം ആഡ് ഫോർ പേയ്മെൻറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇത് ശരിയാണോ ചെയ്ത് നോക്കിയ ശേഷം മാത്രമേ ക്ലിക്ക് ചെയ്യാവൂ. നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണോ ചെയ്ത് നോക്കുക. അതിനുശേഷം അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ഒരു പോപ്പപ്പ് വരും. അവിടെ നിങ്ങൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ പുതിയൊരു പേജിലേക്ക് പോകുന്നതായിരിക്കും. ഇനി നമ്മൾ ഇവിടെ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് പ്രീവിയസ് റെസിപ്റ്റിലുള്ള ഡീറ്റെയിൽസാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ലാസ്റ്റ് അടച്ച ലാൻഡ് ടാക്സ് പേയ്മെൻറ്റ് എമൗണ്ട് എത്രയാണെന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് എന്നാണ് അടച്ചത് എന്ന് നോക്കി ആ ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ റെസിപ്റ്റിൽ തന്നെ ഉണ്ടായിരിക്കും. താഴെയായിട്ട് നമ്മൾ അടച്ച തീയതി അതിൽ ക്ലിയർ ഉണ്ടാകും. ഇതൊക്കെ കൊടുക്കുമ്പോൾ വില്ലേജ് ഓഫീസർക്ക് പെട്ടെന്ന് നോക്കി എടുക്കാൻ സാധിക്കും. എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയറായിട്ട് പെട്ടെന്ന് അവർക്ക് ഈ നമ്മളുടെ ലാൻഡ് ടാക്സിൻ്റെ ഡീറ്റെയിൽസ് പെട്ടെന്ന് എടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ലാസ്റ്റ് റെസിപ്റ്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതായത് നമ്മളുടെ ലാൻഡ് ടാക്സ് മുമ്പ് അടച്ച ലാൻഡ് ടാക്സിൻ്റെ ഏറ്റവും മുകളിലായിട്ട് KL എന്ന് വെച്ചിട്ട് ഒരു നമ്പർ ഉണ്ടായിരിക്കും. അതാണ് റെസിപ്റ്റ് നമ്പർ. ആ നമ്പർ തെറ്റുകൂടാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് തെറ്റുകൂടെ എൻ്റർ ചെയ്ത ശേഷം അപ്ലിക്കൻറ്റിൻ്റെ പേര്, അതായത് ഈ സ്ഥല ഉടമയുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക.
എല്ലാം കറക്റ്റായി എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ റിക്വസ്റ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് കാണിക്കും. അതിനുശേഷം നമ്മൾ മൈ റിക്വസ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ലാൻഡ് ടാക്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കാണുന്നതായിരിക്കും, പെൻഡിങ് ഫോർ VOS അപ്രൂവൽ. അപ്പോൾ ഇത് വില്ലേജ് ഓഫീസർ നോക്കി വെരിഫൈ ചെയ്ത ശേഷം അവർ പേയ്മെൻറ്റിന് അപ്രൂവൽ നൽകും. അപ്പോൾ ഈ ഭാഗത്ത് പെൻഡിങ് എന്നുള്ളത് പേയ്മെൻറ്റ് എന്ന ബട്ടൺ ഷോ ചെയ്യുന്നതായിരിക്കും. ഇത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം, അല്ല എങ്കിൽ ചിലപ്പോൾ ഒരാഴ്ചയ്ക്ക് വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വില്ലേജ് ഓഫീസിൽ ചെന്ന് നേരിട്ട് പറയേണ്ടി വരും. ചില സന്ദർഭങ്ങളിൽ അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ ലാൻഡ് ടാക്സ് പേയ്മെൻറ്റിൽ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ കാണാം പേയ്മെൻറ്റ്. അപ്പോൾ അതിൽ നമ്മൾ പേയ്മെൻറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാണും. അതിൽ പേ നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ പേയ്മെൻറ്റിംഗ് മോഡ് കാണിക്കുന്നതാണ്. അതിൽ നമ്മൾ കാർഡ് പേയ്മെൻറ്റ് സിസ്റ്റമാണ് എടുക്കുന്നത്. അതെടുത്ത ശേഷം ഇങ്ങനെ ഒരു പോപ്പപ്പ് കാണുന്നതായിരിക്കും, GRN നമ്പർ. ഇത് നമ്മൾ കറക്റ്റായിട്ട് ഏതെങ്കിലും ഒരു നോട്ടിൽ എഴുതി വയ്ക്കുക. കാരണം ഇൻ കേസ് എന്തെങ്കിലും പേയ്മെൻറ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് റിട്ടേൺ കിട്ടണമെങ്കിൽ ഈ നമ്പർ വേണം. അപ്പോൾ ഇത് തെറ്റാതെ എഴുതി വയ്ക്കുക. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ പേയ്മെൻറ്റ് മോഡിലേക്ക് പോയി. ഇവിടെ നമ്മൾ കാർഡിൻ്റെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എന്തൊക്കെ കൊടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് പേ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പേയ്മെൻറ്റിൽ പ്രൊസീഡായി. ഇനി നമ്മളുടെ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ലാൻഡ് ടാക്സ് റെസീപ്റ്റ് ഡൗൺലോഡായി വന്നിരിക്കുന്നു കാണാം. ഇത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുക. ഇത്രയേ ഉള്ളൂ ലാൻഡ് ടാക്സ് ഓൺലൈൻ അടയ്ക്കാനുള്ള പ്രൊസീജിയേഴ്സ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ പുതിയ അറിവുകളായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.